മുട്ടപ്പഴവും തേങ്ങാപ്പാലും ചേർത്ത് 2 ലെയറിൽ തയ്യാറാക്കിയ വളരെ സ്വാദിഷ്ടമായ ഒരു പുഡിംഗാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. ഇതിലേക്ക് വേണ്ടി ഞാൻ എടുത്ത ഇൻഗ്രീഡിയൻസ് മീഡിയം സൈസുള്ള 4 മുട്ടപ്പഴം, 15 ഗ്രാം ചൈന ഗ്രാസ് 1/2 ഗ്ലാസ് വെള്ളത്തിൽ കുതിർത്തി വെച്ചത്, 100 ഗ്രാം പഞ്ചസാര, 1/2 ടീൻ മിൽക്ക് മെയ്ഡ്, 500 ml പാൽ, 1 ഗ്ലാസ് തേങ്ങാപ്പാൽ, ഡെക്കറേഷന് വേണ്ടി സ്പ്രിങ്കിൾസ്, അല്പം ബദാം. ഇനി നമുക്ക് മുട്ടപ്പഴത്തിൻ്റെ സ്കിന്നൊക്കെ മാറ്റി കുരു കളഞ്ഞെടുക്കാം. ഇതിൽ ധാരാളം ഫൈബർ അടങ്ങിയതുകൊണ്ട് കൊളസ്ട്രോൾ തടയാനും വിറ്റാമിൻ എ അടങ്ങിയതുകൊണ്ട് കണ്ണിൻ്റെ ആരോഗ്യത്തിനും നല്ലതാണ്. അതുപോലെ തന്നെ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയതുകൊണ്ട് പ്രായത്തെ ചെറുത്ത് യുവത്വത്തെ നിലനിർത്താനും മുട്ടപ്പഴം നല്ലതാണ്. 1/4 കപ്പ് പാല് വെച്ച് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇതാണ് ഇതിൻ്റെ പരുവം. ഒരു പാൻ വെച്ച് നമുക്കിതിലോട്ട് 500 ml പാലൊഴിച്ച് 50 ഗ്രാം പഞ്ചസാര ആഡ് ചെയ്യാം. 3 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും ആഡ് ചെയ്യാം. സ്റ്റൗ ഓണാക്കാം. നല്ലവണ്ണം മിക്സാക്കി കൊടുക്കാം. മറ്റൊരു അടുപ്പിൽ ചൈന ഗ്ലാസ് മെൽറ്റ് ചെയ്യാൻ വെക്കാം. 1/2 ഗ്ലാസ് വെള്ളത്തിൽ കുതിർത്തി വെച്ചതായിരുന്നു ഇത്. ഇപ്പോൾ ചൈന ഗ്ലാസ് മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ പാല് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മെൽറ്റ് ചെയ്ത് വെച്ച ചൈന ഗ്ലാസ് 2 തവി ഇതിലോട്ട് ആഡ് ചെയ്യാം. പാലിനും ചൈന ഗ്ലാസിനും ഒരേ ചൂടായിരിക്കണം. നല്ലവണ്ണം ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ കട്ട പിടിക്കും. പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് മുട്ടപ്പഴത്തിൻ്റെ പേസ്റ്റ് പാൽക്കൂട്ടിലേക്ക് മിക്സാക്കാം. നല്ലവണ്ണം മിക്സാക്കി എടുക്കണം. ഇനി ഇത് പുഡിംഗ് ട്രേയിലോട്ട് മാറ്റാം. ഒന്ന് തണുക്കാൻ മാറ്റി വെക്കാം. അപ്പോഴേക്കും നമുക്ക് സെക്കൻഡ് ലെയർ തയ്യാറാക്കാം. തേങ്ങാപ്പാൽ ഒരു പാനിലേക്ക് ഒഴിക്കാം. 50 ഗ്രാം പഞ്ചസാരയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. 3 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും ആഡ് ചെയ്യുന്നുണ്ട്. സ്റ്റൗ ഓണാക്കാം. നല്ലവണ്ണം മിക്സാക്കി കൊടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ഫസ്റ്റ് ലെയർ സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് അല്പം ബദാം ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സെക്കൻഡ് ലെയർ റെഡി ആയിട്ടുണ്ട്. ഇതിലോട്ട് മെൽറ്റ് ചെയ്ത ചൈന ഗ്രാസ് ആഡ് ചെയ്യാം. നല്ലവണ്ണം മിക്സാക്കി കൊടുക്കണം. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലെയർ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി സെക്കൻഡ് ലെയർ ഇതിൻ്റെ മുകളിലോട്ട് തവി വെച്ചൊഴിക്കാം. ഇനി ഒന്ന് തണുത്തതിന് ശേഷം നമുക്കിതിലോട്ട് ബദാം ആഡ് ചെയ്യാം. ഇനി സ്പ്രിങ്കിൾ വെച്ച് നമുക്കിത് ഡെക്കറേഷൻ ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ച് നിങ്ങൾക്ക് ഡെക്കറേഷൻ ചെയ്യാം. ഇനി റേപ്പർ വെച്ച് നല്ലവണ്ണം കവർ ചെയ്തെടുക്കാം. 3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുഡിംഗാണ്. ഇനി നമുക്കിതൊന്ന് സെർവിങ് പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന സോഫ്റ്റ് ആയിട്ടുള്ള പുഡിംഗാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ആ ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യുക. എന്നാലേ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസുകളും തത്സമയം നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അടുത്തൊരു വീഡിയോയിൽ നല്ലൊരു റെസിപ്പിയുമായി ഞാൻ വരാം. അതുവരെ എല്ലാവർക്കും ബൈ.